ഹലോ ഗൈസ്, എല്ലാവർക്കും പെട്രോൾ ബൂമിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഏറ്റവും പുതിയ, അതായത് 4th ജനറേഷൻ ഡിസയറിൻ്റെ VXi AMGയുടെ ഒരു വാക്കറൗണ്ട് റിവ്യൂ ആയിട്ടാണ്. എനിക്കറിയാം, വണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി നമ്മൾ വീഡിയോ ചെയ്യാൻ അല്പം താമസിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ വാക്കറൗണ്ട് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. കാര്യം ഇതൊരു കസ്റ്റമർ കാറാണ്. നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത് ഭരണിക്കാവിൽ, അതായത് ശാസ്താംകോട്ട ഭരണിക്കാവിൽ ഈ അടുത്ത് ഓപ്പൺ ചെയ്തിട്ടുള്ള സാരഥിയിലാണ്. മാരുതി സുസുക്കി സാരഥിയുടെ ഷോറൂമിൽ നിങ്ങൾക്ക് മാരുതി വാഹനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യണമെങ്കിൽ ഭരണിക്കാവിലുള്ള സാരഥി മോട്ടോഴ്സുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ എന്തായാലും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. അപ്പോൾ ഇത് 4th ജനറേഷൻ ഡിസയർ ആണ്. കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഇത് VXi വേരിയൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ VXi മുതൽ നമുക്ക് ഈ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. അതുപോലെ മറ്റെല്ലാ മാരുതി വാഹനങ്ങളും പോലെ സെക്കൻഡ് വേരിയൻറ്റ് മുതലാണ് നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ AMT ഒക്കെ വരുന്നത്. ഇത് നമ്മുടെ AMTയുടെ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കിൻ്റെ ബേസ് വേരിയൻ്റ് ആണ് VXi എന്ന് പറയുന്നത്. ഇതിൽ വരുന്നത് ഒരു 5 സ്പീഡ് AMT ട്രാൻസ്മിഷൻ, ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. നമുക്ക് ഡിസയർ വരെയുള്ള വാഹനങ്ങളിൽ AMT ആണ് വരുന്നത്. ടോർക്ക് കൺവേർട്ടർ, 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ നമുക്ക് ബ്രസ മുതൽ മുകളിലേക്ക്, അതായത് ബ്രസ, XL6, എർട്ടിഗ, ഗ്രാൻഡ് വിറ്റാര പോലുള്ള വാഹനങ്ങളിലാണ് നമുക്ക് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് വരുന്നത്. ഓൺ റോഡ് പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ഡിസയർ ഇപ്പോൾ അറൗണ്ട് 8 ലക്ഷം രൂപ മുതൽ ഏറ്റവും ടോപ്പ് എൻഡിന് 12.5 ലക്ഷം രൂപ വരെയൊക്കെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമുക്ക് VXi AMT ആകുമ്പോൾ ഒരു 9.25 ലക്ഷം രൂപ ആ ഒരു പ്രൈസ് ബഡ്ജറ്റിൽ വരും. പിന്നെ നമ്മൾ അക്സസറി ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റം വരുന്നതാണ്. ഈ പറഞ്ഞതെല്ലാം വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ആണ്, എക്സ്ഷോറൂം പ്രൈസ് അല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു വാഹനത്തിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വരുന്നത്, ഡിസയർ VXi AMTയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചെക്കൗട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഡിസയറിൻ്റെ ഹുഡ് ഓപ്പൺ ചെയ്യാം. ഹുഡിന് അത്യാവശ്യം ഹെവിയാണ്. നമ്മുടെ പ്രീവിയസ് ജനറേഷൻ ഡിസയർ വെച്ച് നോക്കുമ്പോൾ ഹുഡ് അത്യാവശ്യം ഹെവി ആയിട്ടുണ്ട്. നമുക്ക് ഹുഡിലായിട്ട് ഇൻസുലേഷൻ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ഡിസയറിൽ വരുന്ന സെറ്റോൾ എന്ന് പറയുന്ന 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ. നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു എഞ്ചിൻ വരുന്നത് ഇപ്പോൾ ഇറങ്ങിയ കറണ്ട് ജനറേഷൻ സ്വിഫ്റ്റിലാണ്. സ്വിഫ്റ്റിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഡിസയറിലേക്ക് വന്നിരിക്കുകയാണ്. അറൗണ്ട് 80 bhp ആണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതുപോലെ 112 Nm ടോർക്കും ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫ്യൂൽ എഫിഷ്യൻസി തന്നെയാണ് ഈ ഒരു എഞ്ചിൻ്റെ മോസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അറൗണ്ട് 25 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. സർപ്രൈസിംഗ്ലി ഇപ്പോൾ സ്വിഫ്റ്റ് എടുത്തവർക്കാണെങ്കിലും ഡിസയർ എടുത്തവർക്കാണെങ്കിലും മോഡറേറ്റായിട്ട് ഓടിക്കുന്നവർക്ക് ആ ഒരു ഫിഗറിന് അടുത്തേക്ക് നമുക്ക് മൈലേജ് അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ഫേസിയിലോട്ട് വരുമ്പോൾ ഇതാണ് കംപ്ലീറ്റ്ലി ഒരു ഫ്രണ്ട് ഫേസി എന്ന് പറയുന്നത്. നമ്മൾ മാരുതിയിൽ പൊതുവെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഫ്രണ്ട് എലിവേഷനൊക്കെയാണ് വരുന്നത്. എവിടെയൊക്കെയോ ഗ്രില്ലിലൊക്കെ നമ്മുടെ Audi A4ൻ്റെ ചെറിയൊരു ടച്ച് ഉണ്ട്. ഹെഡ് ലാംപ്സിലോട്ട് വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഹാലജൻ സെറ്റപ്പാണ് വരുന്നത്. ഇവിടെ ഒരു പാർക്ക് ലൈറ്റ് കാണാൻ പറ്റും. ദെൻ നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രൊജക്ട് സെറ്റപ്പാണ് നമുക്ക് പ്രൈമറി ലൈറ്റായിട്ട് വരുന്നത്. DRLും LED ഹെഡ് ലാംപ്സ് ഒക്കെ നമുക്ക് ZXi മുതലാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ആ ഒരു ഫോഗ് ലാമ്പിനുള്ള പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് ഈ വേരിയൻറ്റിൽ ഫോഗ് ലാമ്പ് വരുന്നില്ല. ഇതാണ് ഫ്രണ്ട് ഗ്രില്ലെന്ന് പറയുന്നത്. നമ്മുടെ പ്രീവിയസ് ജനറേഷനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഗ്രില്ല് വരുന്നത്. സെൻട്രലായിട്ട് സുസുക്കിയുടെ വലിയൊരു ലോഗോ ആണ്. അതിൽ നിന്ന് 2 സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന രീതിയിൽ ക്രോം സ്ട്രിപ്പ് വരുന്നുണ്ട്. അതിന് മുകളിലായിട്ടൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം സാമാന്യം വലിപ്പമുള്ള ഗ്രില്ലും 2 ഹോൺ പ്ലേസ്മെൻറ്റും ഉണ്ട്. ബമ്പറിലേക്ക് വരുമ്പോൾ ചെറിയൊരു ലിപ്പ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ ബമ്പറിൽ കൊടുത്തിട്ടുണ്ട്. അത് വണ്ടിക്ക് ഒരു സ്പോർട്ടിയർ ഫീല് ഫ്രണ്ട് എലിവേഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കാണുന്നതാണ് ഡിസയറിൻ്റെ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. നമുക്ക് പ്രീവിയസ് ജൻ ഡിസയറുമായിട്ട് എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റി ഈ ഒരു വാഹനത്തിൽ തോന്നുന്നത് ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ നിന്നാണ്. ആ ഒരു ഷെല്ല് നമുക്ക് കംപ്ലീറ്റ്ലി സിമിലറായിട്ട് തോന്നും. ആ ഒരു സിമിലാരിറ്റി മാത്രമേ പ്രീവിയസ് ജൻ ഡിസയറും ഇപ്പോൾ പുതിയ ഇറങ്ങിയ ഡിസയറും തമ്മിലുള്ളൂ. വീൽസിലോട്ട് വരുമ്പോൾ നമുക്ക് 14 ഇഞ്ചിൻ്റെ സ്റ്റീൽ റിംസ് ആണ് നമുക്ക് VXiയിൽ വരുന്നത്. അതിലൊരു ഗ്രേ ഫിനിഷിലുള്ളൊരു വീൽ ക്യാപ്പും കൊടുത്തിട്ടുണ്ട്. 165/80 R14 ആണ് ടയർ പ്രൊഫൈൽ വരുന്നത്. ഫ്രണ്ടിലെ ഡിസ്കും റിയറിൽ നമുക്ക് ഡ്രം ബ്രേക്സും ആണ് വരുന്നത്. പിന്നീട് നമുക്ക് ബോഡി കളർഡ് ORMs വരുന്നുണ്ട്. അതിലായിട്ട് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും അതുപോലെ തന്നെ ഫോൾഡബിളും ആണ് വരുന്നത്. A പില്ലറും B പില്ലറും C പില്ലറും നമുക്ക് ബോഡി കളർഡ് ആണ് വരുന്നത്. മുകളിലായിട്ട് നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാൻ സാധിക്കും. അതുപോലെ ബോഡി കളർഡ് ഡോർ ഹാൻഡിൽസും ആ ഒരു കീ ഇടാനുള്ള പ്രൊവിഷൻ നമുക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഡിസയറിൻ്റെ റിയർ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനിലായിട്ട് ചെറിയൊരു സ്പോയിലർ ലൈക്ക് അപ്പിയറൻസ് ബേസ് വേരിയൻറ്റ് മുതലേ നമുക്ക് വരുന്നുണ്ട്. അത് വാഹനത്തിൽ കാണാൻ ഒരു സ്പോർട്ടിയർ ഫീൽ നൽകുന്നുണ്ട്. സെൻട്രലായിട്ട് സുസുക്കിയുടെ ഒരു ലോഗോ കാണാൻ സാധിക്കും. ഡിസയറിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. നമുക്ക് പ്രീവിയസ് ജൻ ഡിസയർ മുതൽ ഇങ്ങോട്ട് വേരിയൻറ്റ് ബാഡ്ജിങ് നമുക്ക് മാരുതി സുസുക്കിയുടെ കാറുകളിൽ വരുന്നില്ല. അപ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വേരിയൻറ്റ് ബാഡ്ജിങ് കാണാൻ സാധിക്കില്ല. സെൻട്രലായിട്ട് ഒരു ക്രോം സ്ട്രിപ്പ് വരുന്നുണ്ട്. അതൊരു പിയാനോ ഫിനിഷ് എലമെൻറ്റിലാണ് എംബഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊക്കെ കാണാൻ ഈ ഒരു ബ്ലാക്ക് കളർ കൂടി ആയതുകൊണ്ട് കാണാൻ അത്യാവശ്യം നല്ല പ്രീമിയം ഫീലുണ്ട്. ഈ കാണുന്നതാണ് ഡിസൈറിൻ്റെ ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് LED ടെയിൽ ലാമ്പ്സ് നമുക്ക് ഡിസൈറിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഷേപ്പ് നമുക്ക് ടാറ്റയിൽ കണ്ട ഒരു ട്രൈ ആരോ ട്രീറ്റ്മെൻറ്റ് പോലെ ഏകദേശം ഫീൽ ചെയ്യുന്നുണ്ട്.
ഒരു സ്മോക്ക്ഡ് എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിലൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് ഫിനിഷിംഗ് ഒക്കെ നമുക്ക് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്റർ നമുക്ക് ഹാലജൻ യൂണിറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ 4 പാർക്കിംഗ് സെൻസേഴ്സ്, ബോഡി കളർഡ് പാർക്കിംഗ് സെൻസേഴ്സ് വളരെ മനോഹരമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബമ്പറിൽ വരുന്ന ഈ ഒരു പ്രൊജക്ഷനൊക്കെ കാണുന്ന അത്യാവശ്യം സ്പോർട്ടിയറാണ്. നമുക്കിനി ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ട്രങ്ക് ഓപ്പണിംഗ് വരുന്നുണ്ട്. സോ കീ ഇല്ലാതെ തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പ്രീവിയസ് ഡിസൈറായിട്ട് ബൂട്ട് സ്പേസ് ഒക്കെ സിമിലർ ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ടാണ്. സോ 4 മീറ്റർ വാഹനമാണെങ്കിൽ കൂടി സെഡാൻ ആയതുകൊണ്ട് മാക്സിമം നമുക്ക് ബൂട്ട് ഈ ഒരു വാഹനത്തിൽ കിട്ടും. ഈ ഒരു ഫ്ലാപ്പിന് അടിയിലായിട്ട് നമുക്ക് സ്പെയർ വീൽ കാണാം. സ്പെയർ വീലും ബാക്കി 4 ടയർ പോലെ സിമിലർ ആണ്. 165/80 R40 ആ ഒരു സ്റ്റീൽ റിം തന്നെയാണ് നമുക്ക് വരുന്നത്. സോ നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്യാം. വളരെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ബൂട്ടൊക്കെ ക്ലോസ് ആവുന്നത്. ഇത് നമുക്ക് റിയർ സീറ്റുകളിലേക്ക് കയറാം. സോ റിയറിലേക്ക് വരുമ്പോൾ ഡോർ പാഡ് നമുക്കൊരു 2 കളർ ട്രീറ്റ്മെൻ്റ് ആണ് വരുന്നത്. ഒരു ബ്ലാക്ക് പ്ലസ് ഒരു ബീച്ച് കോമ്പിനേഷനിലാണ് വരുന്നത്. ഇൻസൈഡ് ഡോർ ഹാൻഡിൽ ഒരു ക്രോം ഫിനിഷ് വരുന്നുണ്ട്. പവർ വിൻഡോ കൺട്രോൾസ് കാണാൻ പറ്റും. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഒന്നും നമുക്ക് വരുന്നില്ല. ഈ ഒരു പോർഷനിലുള്ളത് ഒരു പ്രത്യേക ഒരു ടെക്സ്ചറാണ് വരുന്നത്. ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ അല്ല, പക്ഷേ കാണാൻ ഇച്ചിരി സ്മൂത്ത് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഡോർ പാഡിൽ വരുന്നത്. ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്, സ്പീക്കർ പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്. ഉള്ളിലേക്ക് കയറുമ്പോൾ ഇരുത്തമൊക്കെ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഇതിപ്പോൾ കസ്റ്റമർ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ കവേഴ്സും എല്ലാം കിടപ്പുണ്ട് കേട്ടോ, അതൊന്ന് ക്ഷമിക്കണം. സീറ്റൊക്കെ വലിയ കുഴപ്പമില്ലാത്ത അണ്ടർത്തിയ സപ്പോർട്ടുണ്ട്. റിക്ലൈൻ ആംഗിൾ വലിയ പ്രശ്നമില്ല. നമുക്ക് 2 അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് വരുന്നുണ്ട്. കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോവാം. റിക്ലൈൻ ആംഗിളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എങ്കിലും അത്യാവശ്യം കംഫർട്ടബിളായിട്ട് 2 പേർക്ക് ഇരിക്കാം. അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 3 പേർക്ക് കുഴപ്പമില്ലാതെ ഇരുന്ന് പോവാം. സെൻട്രലായിട്ട് ചെറിയൊരു ഹമ്പുണ്ട്, അപ്പോൾ നടുക്കിരിക്കുന്ന ആൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. പിന്നെ നമുക്ക് ഒരു സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. കവർ ഇട്ടേക്കുന്നുണ്ട്, അത് അഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിലേക്ക് നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ പ്രോപ്പർ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് മിഡിലും വരുന്നുണ്ട്. ചൈൽഡ് സീറ്റ് ആങ്കർ പോയിന്റ് വരുന്നുണ്ട്. പിന്നെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ക്യാബിൻ ലാമ്പ് വരുന്നുണ്ട്. ഒരു ഹാലജൻ ലാമ്പാണ് വരുന്നത്. സീറ്റിൻ്റെ ബാക്കിൽ മാഗസിൻ ഹോൾഡർ നമുക്ക് കോ ഡ്രൈവർ സീറ്റിലേ വരുന്നുള്ളൂ, ഡ്രൈവർ സൈഡിൽ വരുന്നില്ല. പിന്നെ ചെറിയ രീതിയിലൊരു സ്കൂപ്ഡ് ഔട്ട് ആയിട്ടുള്ള സീറ്റാണ് വരുന്നത്. സെൻട്രലായിട്ട് നമുക്കൊരു റിയർ AC വെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ ഫോൺ വെക്കാനൊരു പ്രൊവിഷനും ഒരു ടൈപ്പ് C ചാർജിങ് പോർട്ടും അതുപോലെ ഒരു ടൈപ്പ് A ചാർജിങ് പോർട്ടും നമുക്ക് റിയറിൽ കാണാൻ പറ്റും. പിന്നിലെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ്. ബേസിക്കാണ്, പക്ഷേ നമുക്ക് ഒരു ഫാമിലിയെ സംബന്ധിച്ച് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ഡിസൈറിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഡ്രൈവർ സീറ്റുകളിലേക്ക് കയറാം. നമ്മൾ റിയറിൽ കണ്ടതുപോലെ തന്നെയുള്ള സിമിലർ ആയിട്ടുള്ള ഡോർ പാഡ്സ് ആണ് വരുന്നത്. ആ ഒരു സെയിം കളർ കോമ്പിനേഷൻ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ട് ഡോറിൽ ഈ കാണുന്ന ഒരു പോർഷനിൽ നമുക്കൊരു ഫാബ്രിക് അല്ലെങ്കിൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ വരുന്നുണ്ട്. പവർ വിൻഡോ കൺട്രോൾസ് കാണാം. അതുപോലെ ലോക്ക് അൺലോക്ക് ബട്ടൺ ഉണ്ട്. ORMസിൻ്റെ കൺട്രോൾസ് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും അതുപോലെ ഫോൾഡിംഗ് ഫംഗ്ഷനും വരുന്ന ORMs ആണ്. വളരെ ലാർജ് ആയിട്ടുള്ളൊരു ഡോർ പോക്കറ്റ് വരുന്നുണ്ട്. സ്പീക്കർ പ്ലേസ്മെൻറ്റ് നമുക്കിവിടെ കാണാം. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് 2 പെഡൽസ്, ബ്രേക്കും ആക്സിലേറ്ററും കാണാം. ബ്രേക്ക് അത്യാവശ്യം എലോങ്ങേറ്റഡ് ആണ്. പ്രോപ്പറായിട്ടുള്ള ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡ്രൈവർ സീറ്റിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഡിസൈറിൽ 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു SRS എയർ ബാഗിൻ്റെ ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നീട് ഇവിടെ ആയിട്ട് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടണും ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ഓഫ് ചെയ്യാനുള്ള ബട്ടണും ഹെഡ് ലാമ്പ് ലെവലറും കാണാം. താഴെയായിട്ട് നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ലാച്ചും ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ലാച്ചും കാണാം. ഈ കാണുന്നതാണ് ഡിസൈർ VXL വരുന്ന കീ എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് മുതലേ മാരുതി സുസുക്കി കാറുകളിൽ കണ്ടുവന്ന കീ ആണ്. ലോക്ക് അൺലോക്ക് ബട്ടണുള്ള സെൻട്രൽ ലോക്കിംഗ് ഉള്ള കീ ആണ്. 2 സിമിലർ ആയിട്ടുള്ള കീസാണ് നമുക്ക് വാഹനത്തിൻ്റെ കൂടെ വരുന്നത്. നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ആ ഒരു ലിവർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ട് ഡ്രൈവർ സീറ്റുകളിലേക്ക് കയറിയിരിക്കാം. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. സോ ഈ കാണുന്നതാണ് നമ്മളുടെ ഡിസൈറിൻ്റെ ഒരു ഫ്രണ്ട് ഡാഷ്ബോർഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ ജനറേഷൻ ഡിസൈർ മുതൽ കിട്ടിയ ആ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്. ഹോൾഡ് ചെയ്യാനൊക്കെ അത്യാവശ്യം ഗ്രിപ്പുള്ള, വണ്ടി ഓടിക്കാൻ അത്യാവശ്യം കംഫർട്ടബിൾ. ഓക്കെ, ഫ്യൂലല്ലോ നമുക്കിപ്പം മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, സ്റ്റിയറിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത്യാവശ്യം ഹോൾഡ് ചെയ്യാൻ കംഫർട്ടബിളായിട്ടുള്ള, വണ്ടി ഓടിക്കാൻ കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണിത്. ഇതിൽ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ, റീച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല. സ്റ്റിയറിങ്ങിലായിട്ട് നമുക്ക് ഓഡിയോ കൺട്രോൾസ് കാണാൻ പറ്റും. അതുപോലെ കോൾ എടുക്കാനുള്ള ബട്ടണും വോയിസ് അസിസ്റ്റൻ്റ് ബട്ടണും കാണാൻ പറ്റും. ക്രൂസ് കൺട്രോൾ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല. ഇതാണ് ഡിസൈറിൽ വരുന്ന ഹോൺ. അത്യാവശ്യം നല്ല ബേസുള്ള ഒരു ഹോണാണ്. പിന്നെ സ്റ്റിയറിങ്ങിലെ റാപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഈ കാണുന്നതാണ് ഡിസൈർ VXLയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്.
നമുക്ക് സ്വിഫ്റ്റിലും കണ്ടിട്ടുള്ള ആ ഒരു സിമിലറായിട്ടുള്ള ക്ലസ്റ്ററാണ്. ലെഫ്റ്റ് സൈഡിൽ ടാക്കോമീറ്ററും റൈറ്റ് സൈഡിൽ സ്പീഡോമീറ്റർ കാണാം. സെൻറ്ററിലൊരു മോണോക്രോം MID വരുന്നുണ്ട്. അതിൽ നമുക്ക് ടൈം, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, പിന്നെ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ വാണിങ്, ഏതൊക്കെ സീറ്റ് ബെൽറ്റ് ബക്കിൾ ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ വാണിങ് വരുന്നുണ്ട്. പിന്നെ AMT ആയതുകൊണ്ട് തന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. താഴായിട്ട് നമുക്ക് ഓഡോമീറ്ററും അതുപോലെ തന്നെ ട്രിപ്പ് മീറ്ററും ഉണ്ട്. ഏറ്റവും താഴെ ഫ്യൂൽ ലെവൽ അറിയാൻ പറ്റുന്ന ഫ്യൂൽ ഗേജും വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ മീറ്ററായിട്ട് വരുന്നില്ല, അതിവിടെ ഒരു ഇൻഡിക്കേഷൻ LED ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സെൻറ്റർ പോർഷനിലേക്ക് വരുമ്പോൾ കുറച്ച് റേസ്ഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻസിൽ കുറച്ചുകൂടെ വലിയ സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ബെസൽസ് അത്യാവശ്യം ലാർജ് ആണ്, സ്ക്രീൻ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് 7 ഇഞ്ചിൻ്റെ ഒരു യൂണിറ്റ് ആണ്. എനിക്ക് ഇതിൻ്റെ പേര് സ്മാർട്ട് പ്ലേ പ്രോ എന്നാണെന്ന് തോന്നുന്നു. ഇതിന് കുറേ പേരുകളുണ്ട്. എന്തായാലും ഇതിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും വയർലെസ് ആപ്പിൾ കാർപ്ലേയും വരുന്നുണ്ട്. പ്രീവിയസ് ജെൻ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ യൂസ് ചെയ്യാൻ കുറച്ച് സ്ലിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ് വരുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞു ഫോൺ പ്രൊജക്ഷൻ, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും വയർലെസ് ആപ്പിൾ കാർപ്ലേയും വരുന്നുണ്ട്. 4 സ്പീക്കർ സെറ്റപ്പാണ്. നമുക്കിതിൽ ട്വീറ്റർ വരുന്നില്ല. USB വെച്ചിട്ടും നമുക്ക് മ്യൂസിക് ഇടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു USB പോർട്ട് നമുക്ക് ഇവിടെ ആയിട്ട് കാണാം. ഈ സെൻറ്ററിലുള്ള ടച്ച് കൺട്രോൾസ് അല്ലാതെ നമുക്ക് സൈഡിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള കൺട്രോൾസും വരുന്നുണ്ട്. അതും ടച്ച് കൺട്രോൾസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് നാവിഗേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ബട്ടൺസ് യൂസ് ചെയ്യാം. നമ്മൾ മാരുതി കാറുകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. പിന്നെ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നില്ല. അതിന് പകരം ഇവിടെ ഒരു ഡിസൈർ തന്നെയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ബലേനോ പോലെ തോന്നുന്നു. ഒരു കാറിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻസർ മാത്രമേ വരുന്നുള്ളൂ, ക്യാമറ നമുക്ക് വരുന്നില്ല. സെൻട്രലായിട്ട് AC വെൻറ്റിൻ്റെ പ്ലേസ്മെൻറ്റും ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ കാണാൻ പറ്റും. പിന്നെ AC കൺട്രോൾസ് ഉണ്ട്. നമുക്ക് മാനുവൽ AC ആണ് വരുന്നത്. മാക്സ് കൂളിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഇത് ഫാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുമാണ് ഇതിൻ്റെ കൺട്രോൾസ് വരുന്നത്. കാണുമ്പോൾ ഓട്ടോ AC ആയിട്ട് തോന്നും, ബട്ട് ആക്ച്വലി മാനുവൽ AC ആണ്. അതുപോലെ റിയറിൽ ഡിഫോഗർ ലൈൻസ് വരുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നിലത്തെ കാര്യം പറഞ്ഞപ്പോൾ അത് പറയാൻ വിട്ടുപോയി. ഇവിടെ ആയിട്ട് നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കാണാം. പിന്നെ ഫോണൊക്കെ വെക്കാനുള്ളൊരു പ്രൊവിഷനും 2 ചെറിയ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഈ വാഹനം 5 സ്പീഡ് AMD ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഗിയർ ലിവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണാൻ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ളൊരു ഗിയർ ലിവറാണ്. ഇതാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക്. അതിൻ്റെ ടിപ്പിൽ ചെറിയൊരു ക്രോം എലമെൻറ്റ് വരുന്നുണ്ട്. ഡ്രൈവർ സൈഡ് വൈസറിൽ ഒരു ടിക്കറ്റ് ഹോൾഡർ വരുന്നുണ്ട്. കോ ഡ്രൈവർ സൈഡിൽ ഒരു മിറർ നമുക്ക് വരുന്നുണ്ട്. പിന്നെ സെൻട്രലായിട്ട് രണ്ടാമതൊരു ക്യാബിൻ ലാമ്പ് ഉണ്ട്. അതും ഹാലജനാണ്. അതുപോലെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ മൈക്ക് പ്ലേസ്മെൻറ്റ് നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. മാനുവലി ഡേ നൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു IRVM വരുന്നുണ്ട്. പിന്നെ ഡാഷ്ബോർഡിലും ഈ പറഞ്ഞതുപോലെ 2 കളർ ട്രീറ്റ്മെൻറ്റ് ആണ് വരുന്നത്. ഒരു ബ്ലാക്ക് പ്ലസ് ബീച്ച് കോമ്പിനേഷൻ ആണ് വരുന്നത്. അതിൽ ചെറിയൊരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലായിട്ട് ഈ ഒരു പോർഷനിൽ ഒരു ഗ്രേ ഫിനിഷിലുള്ളൊരു എലമെൻറ്റ് കാണാം. അതിന് താഴെയായിട്ട് വേറൊരു ടെക്സ്ചർ, ഇവിടെ കണ്ടതല്ലാതെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ളൊരു ചെറിയൊരു ടെക്സ്ചർ ഈ ഒരു സെൻറ്റർ പോർഷനിലും വരുന്നുണ്ട്. കാണാൻ അത്യാവശ്യം രസമുണ്ട്. നമുക്ക് ഡിസയർ ആണെന്ന് ഈ ഉള്ളിലിരിക്കുമ്പോൾ ഫീൽ ചെയ്യാത്ത, അതായത് പ്രീവിയസ് ജെന്നിൽ കയറിയിട്ട് ഈ ഒരു വാഹനത്തിലേക്ക് കയറുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഡിസയർ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഡാഷ്ബോർഡൊക്കെ അവർ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഗ്ലൗ ബോക്സ്. ഡീസൻ്റ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ്. നമുക്ക് കൂളിംഗ് ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിനുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് പുതിയ ഡിസയർ VXi AMTയുടെ വിശേഷങ്ങൾ. നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, കസ്റ്റമർ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഡ്രൈവ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. മറിച്ച് വണ്ടിയെപ്പറ്റി സംസാരിക്കേണ്ടതായിട്ടുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പുതിയ ഡിസയർ വന്നപ്പോൾ പുതിയ ഡിസയർ ട്രെൻഡിങ് ആവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ 5 സ്റ്റാർ സേഫ്റ്റി ആയിരുന്നു. സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടിയിൽ കൂട്ടിയിട്ടുണ്ട്. 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ബാക്കി എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും സ്റ്റാൻഡേർഡായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് കണക്റ്റഡ് കാറും ജിയോ ഫെൻസിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതിൽ ഞാൻ വലിയ ഇമ്പോർട്ടൻസ് അങ്ങനെയുള്ള ഫീച്ചേഴ്സിൽ കൊടുക്കാറില്ല. അതുകൊണ്ടാണ് അത് എടുത്ത് പറയാതിരുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഡിസയർ VXi AMTയുടെ വാക്കറൗണ്ട് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് പുതിയ ഡിസയർ വാങ്ങണമെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ ബെർണിക്കയിലുള്ള സാരഥിയുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തെങ്കിലും കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. അപ്പോൾ മറ്റൊരു വാഹന വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.